കൈ തരിപ്പാണ് സാറേ, കുറച്ചായത്. വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സാറേ, വേറെ ഒരസുഖമില്ല, ഒരു മരുന്നും കഴിക്കണില്ല. ഞാൻ സാറിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു. അതിൽ സാറ് പറയുന്നില്ലേ കഴിക്കണ മരുന്നുകളെ പറ്റി പറയണം, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ വിശദമായിട്ട് പറയണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ഒരു മരുന്നും കഴിക്കണില്ല, വേറെ അസുഖമില്ല. പുകവലിയോ മദ്യപാനോ അങ്ങനെ എന്തെങ്കിലും? മദ്യപാനം പുകവലിയില്ല. പുകവലി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 10 കൊല്ലം മുമ്പ് വരെ. ഡോക്ടർമാരോടും വക്കീലന്മാരോടും നുണ പറയാൻ പാടില്ല എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് പറയാം, ഒരു 10 കൊല്ലം മുമ്പ് അന്ന് എനിക്കൊരു ചുമ പിടിച്ചു. ചുമ എന്ന് വെച്ചാൽ അജാതി ചുമ. എന്തൊരു ചുമയായിരുന്നു. അന്ന് ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അന്ന് തീരുമാനിച്ചു പിന്നെ ഈ സാധനം വലിക്കില്ല. പിന്നെ തൊട്ടിട്ടില്ല, ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതെന്തായാലും നന്നായി, മികച്ചൊരു തീരുമാനം. ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി കേട്ടിരിക്കും. തലേണ, കട്ടൻ ചായ, വെള്ളച്ചോറ്, ഈ 3 സാധനങ്ങൾ പണ്ടൊരു ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അതാണ്. ഓക്കെ, ഈ കൈതരിപ്പ് എത്ര നാളായി തുടങ്ങിയിട്ട്? മിനിമം ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. കയ്യിലത്തെ എല്ലാ വിരലുമ്മലും ഉണ്ടോ? ഈ 2 വിരലുമ്മലാണ് തരിപ്പ്. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്? അല്ല, അതറിയാത്ത ബുദ്ധിമുട്ട്. നമ്മൾ ഈ ബീഡി വിരലുകൊണ്ട് പിടിക്കുമ്പോഴേ, ഇത് മരവിച്ചിരിക്കല്ലേ വിരല്, ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോവും, പിടിച്ചാൽ കിട്ടൂല. ഡോക്ടർമാരോടും വക്കീലന്മാരോടും പ്രമാണം മറന്നോ?